ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ല രുചികരമായ കണവ റോസ്റ്റാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ കണവ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 15 മീഡിയം സൈസിലുള്ള കണവയാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ സവാളയും കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ്. ഒരു ചെറിയ തക്കാളിയും ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിവകകൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ അളവ് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ കണവ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. മുളക് പൊടി അവസാനം മസാലയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഈ കണവ വേവിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നും നന്നായിട്ട് വെള്ളം വരും. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇവിടെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുവിധം വഴന്ന് വന്ന ശേഷമാണ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇപ്പോൾ ചേർത്തത്. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. നേരത്തെ കണവ വേവിച്ചപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത്. ഈ പൊടിവകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. കുക്കറിൽ കണവ വേവിക്കുമ്പോൾ അധികം വെള്ളമുണ്ടെങ്കിൽ അത് തുറന്ന് വെച്ചിട്ട് അല്പസമയം ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചാൽ മതി. വെള്ളമൊക്കെ വറ്റിക്കോളും. അപ്പോൾ ഇത് കണവ നല്ലതുപോലെ ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു തക്കാളിയാണ്. വളരെ ചെറിയ ഒരു തക്കാളി മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി ഈ തക്കാളി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയം മാത്രം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ തക്കാളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മസാലയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണിത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ് ഇപ്പോൾ ചേർത്തത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ കുരുമുളക് പൊടിയും പെരിഞ്ജീരകവും ഒക്കെ ഇതിൻ്റെ
ടേസ്റ്റ് കൂട്ടുന്ന ചേരുവകളാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഏകദേശം 1/4 ടീസ്പൂണിനടുത്താണ് ഗരം മസാല ചേർക്കുന്നത്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിനു മുമ്പ് ഞാൻ കണവ തോരൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി കണവ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.